ഇറാൻ എന്ന് പറയുന്ന രാജ്യത്തിന് അതിൻ്റെ ന്യൂക്ലിയർ പദ്ധതികൾ കംപ്ലീറ്റ്ലി ന്യൂട്രലൈസ് ചെയ്യണം എന്ന ഒരു നിർദ്ദേശം ലോകരാജ്യങ്ങൾ മുഴുവൻ, അതോടൊപ്പം അമേരിക്ക ഈ മാർച്ച് 15 വരെ അതിനകത്ത് വെച്ച് കംപ്ലീറ്റ് അത് ന്യൂട്രലൈസ് ചെയ്തു. അതായത് ആണവോർജം ഉൽപ്പാദിപ്പിക്കുന്ന ശ്രമത്തിൽ നിന്നും ഇറാൻ പിന്മാറണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി എന്തുകൊണ്ടാണ് ഈ ഇറാൻ ആണവോർജം നിർമ്മിക്കുന്നതിൽ എല്ലാവരും എതിർക്കുന്നത്, അല്ലെ അമേരിക്ക എതിർക്കുന്നത്? അമേരിക്കയുടെ ഇഷ്ടം പോലെ ആണവോർജം ഇല്ലേ? ന്യൂക്ലിയർ വെപ്പൺസ് പൊസസ് ചെയ്യുന്ന രാജ്യമാണ് ഇസ്രായേൽ, ഇന്ത്യ, പാകിസ്ഥാൻ. അങ്ങനെ ന്യൂക്ലിയർ വെപ്പൺസ് പൊസസ് ചെയ്യുന്ന രാജ്യങ്ങളുണ്ട്. പക്ഷെ ചില രാജ്യങ്ങൾ, പ്രത്യേകിച്ചും റിലീജിയസ് ഇൻസാനിറ്റി ഉള്ള രാജ്യങ്ങളെന്നാണ് നമ്മൾ പറയുന്നത്. റിലീജിയസ് ഇൻസാനിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറാനെ സംബന്ധിച്ചിടത്തോളം ലോകത്തിലാകമാനമുള്ള പല റിലീജിയസ് ടെററിസ്റ്റ് ഗ്രൂപ്പുകൾക്കും ഫണ്ട് നൽകുന്ന ഒരു രാജ്യമാണ്. അപ്പോൾ ഈ ഒരു ബേസിക് ക്യാരക്ടറുള്ള ഇറാനെ സംബന്ധിച്ച് ഇറാൻ്റെ കയ്യിൽ ന്യൂക്ലിയർ വെപ്പൺ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ചുറ്റുവട്ടുള്ള രാജ്യങ്ങൾക്ക് ശല്യമാണ്. മാത്രമല്ല ഇവന്മാർക്ക് ഇത് എവിടെ ഉപയോഗിക്കണമെന്നും അറിയത്തില്ല. അവന്മാർ ചടപടാൻ നേരം പൊട്ടിക്കും. സിമ്പിളായിട്ട് പറഞ്ഞാൽ റിലീജിയസ് ഇൻസാനിറ്റി, അതാണ് ഇറാൻ്റേത്. ഇപ്പം പാകിസ്ഥാൻ്റെ കയ്യിൽ ആണവോർജമുണ്ട്, അതവർക്ക് ഉപയോഗിക്കാനൊക്കത്തില്ല. കാരണം കംപ്ലീറ്റ്ലി സ്ട്രിക്ട്ലി കൺട്രോൾഡ് ബൈ അമേരിക്ക കൺട്രോൾ ചെയ്യുന്ന രീതിയിൽ, അല്ലെങ്കിൽ ഇതിൻ്റെ പൊട്ടിക്കണമെന്ന് വിചാരിച്ചാലും അവർക്ക് പൊട്ടിക്കാൻ ഒക്കത്തില്ല. അമേരിക്ക വിചാരിച്ചാലേ പൊട്ടിക്കാൻ ഒക്കത്തില്ല. അപ്പം ഇറാൻ്റെ കയ്യിൽ ആണവായുധം ഉണ്ടെങ്കിൽ ചുറ്റുവട്ടുള്ള രാജ്യം, ഇൻക്ലൂഡിങ് സൗദി അറേബ്യ പറയുന്നത് എന്തുവാ? ഏറ്റവും കൂടുതൽ ഇറാൻ്റെ കയ്യിൽ ഇത്തരത്തിലുള്ള ആയുധങ്ങൾ ഉണ്ടാകുന്നതിന് എതിർക്കുന്നത് സൗദി അറേബ്യ. സെയിം റിലീജിയൻ, ആ ഒരു ഐഡിയാസിൽ നിൽക്കുന്നവരാണല്ലോ. ഇവർക്കെല്ലാം ഒരേ ഐഡിയ അതല്ലേ. മറ്റ് മുസ്ലിം രാജ്യങ്ങൾ, ചുറ്റുവട്ടമുള്ള രാജ്യങ്ങളെല്ലാം ഇതിനെ എതിർക്കുന്നു. നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഇസ്രായേൽ, അതിൻ്റെ അയൽ രാജ്യങ്ങളെ ആലോചിക്കുക, ലെബനൻ, സിറിയ, ഈജിപ്റ്റ്. ഇവർക്കൊന്നും ഇസ്രായേലിൻ്റെ കയ്യിൽ ഈ ന്യൂക്ലിയർ വെപ്പണുള്ളതുകൊണ്ട് കുഴപ്പമില്ല. കാരണം ഇത് അവർക്ക് എങ്ങനെ മോറലായി യൂസ് ചെയ്യണമെന്ന് പറയും. പക്ഷെ ഇവന്മാരുടെ കയ്യിൽ ഇത് വന്നു കഴിഞ്ഞാൽ റിലീജിയസ് ഇൻസാനിറ്റി എന്ന് പറയുന്ന വേർഡ് അതുള്ളത് കൊണ്ട് ഇവന്മാർ സൂക്ഷിക്കണം. അതുകൊണ്ടാണ് തീർച്ചയായിട്ടും ഈ ഇത്തരത്തിലുള്ള രാജ്യങ്ങൾ, റിലീജിയസ് ഇൻസാനിറ്റി ഉള്ള രാജ്യങ്ങൾ ഈ ന്യൂക്ലിയർ വെപ്പൺസ് കയ്യിൽ വെക്കരുതെന്ന് പറയും. അല്ലെ അവരതുണ്ടാക്കാൻ ശ്രമിക്കരുത്. കുഴപ്പം, അത് ലോകത്തിൻ്റെ കുഴപ്പം. അതുകൊണ്ടാണ് അമേരിക്ക ശക്തമായ ഒരു നിയമം. എല്ലാവരും അമേരിക്കൻ സാമ്രാജ്യത്വം കുന്ത്രാണ് കുടച്ചക്രം എന്നൊക്കെ പറയുന്നില്ല. അമേരിക്ക എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ ഈ ശക്തമായ ഇടപെടൽ മുഖാന്തരമാണ് യഥാർത്ഥത്തിൽ ലോകം നിൽക്കുന്നത്. അവർ കച്ചവടക്കാരൊക്കെയാണ്, അവർ ആയുധങ്ങൾ കച്ചവടം നടത്തും. പക്ഷേ ചില ലിമിറ്റഡ് കരാറുകൾ വഴിയെ ലോകത്തിന് ശല്യമില്ലാത്ത രീതിയിൽ ഇത് ഉപയോഗിക്കാം. അപ്പം ഇറാനിൽ ന്യൂക്ലിയർ വെപ്പൺസ് ഉണ്ടെങ്കിൽ അത് നാട്ടുകാർക്ക് ശല്യമാണ്, ലോകത്തിന് ശല്യമാണ്. അതുകൊണ്ടാണ് അവിടെ ന്യൂക്ലിയർ വെപ്പൺസ് ഉണ്ടാകരുതേ എന്ന് ലോകരാഷ്ട്രങ്ങൾ, പ്രത്യേകിച്ച് അമേരിക്ക ആഗ്രഹിക്കുന്നു. ചുറ്റോട്ടമുള്ള ഒരു രാജ്യവും, അറബ് രാജ്യങ്ങളൊന്നും ഇറാനിൽ ആണവോർജം, ന്യൂക്ലിയർ വെപ്പൺ ഉണ്ടാകുന്നതിന് ഒട്ടും യോജിപ്പല്ല. ഓക്കെ, നിങ്ങൾ ചിന്തിച്ചു നോക്കുക.